നമസ്കാരം. ഒരു സ്ഥലം വരെ പോയാലോ? അതും അങ്ങ് തമിഴ്നാട് വരെ. നമ്മുടെ ഇന്നത്തെ യാത്ര അടുത്ത കാലത്ത് റീൽസിലൂടെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള തെങ്കാശിക്കടുത്തുള്ള സ്പോട്ടിലേക്കാണ്. തിരുമലൈ കോവിൽ. മനോഹരമായ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി ഒരു മലമുകളിൽ നിന്ന് ആസ്വദിക്കുവാൻ കഴിയുന്ന സ്ഥലമാണ് തിരുമലൈ കോവിൽ. ഒപ്പം അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രവും. അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഫോർത്ത് മ്യൂസിക്കിലേക്ക് സ്വാഗതം. തെന്മലയ്ക്കടുത്ത് 13 കണ്ണറപ്പാലത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണിത്. 13 കമാനങ്ങൾ പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് പാലത്തിനുള്ളത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ചൊരു പാലം കൂടിയാണിത്. പാലം ഇന്നും അതേ ഭംഗിയോടുകൂടി നമുക്ക് കാണാൻ പറ്റും. കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. പാലത്തോട് ചേർന്നാണ് കൊല്ലം തെങ്കാശി ഹൈവേ പോയിരിക്കുന്നത്. ഒപ്പം കല്ലടയാറും. റെയിൽവേയോട് ചേർന്ന് ഹൈവേയും ഹൈവേയോട് ചേർന്ന് കല്ലടയാറും ഒരുമിച്ച് നീളുന്ന സ്ഥലം. പാലത്തിൻ്റെ മുകളിലേക്കുള്ള എൻട്രി ഇപ്പോൾ പ്രൊഹിബിറ്റഡ് ആണ്. മുമ്പൊക്കെ നമുക്ക് മുകളിലേക്ക് കയറായിരുന്നു. ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. കയറിയാൽ ഫൈൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. പണ്ടൊക്കെ ഈ പാലത്തിൻ്റെ മുകളിൽ കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന ഒരു രസമായിരുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് കുഞ്ഞൂസും ഉണ്ട്. അവന് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കുഞ്ഞൂസ്. മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലം. ചില സമയങ്ങളിലൊക്കെ ഇവിടെ ആകെ കോടമഞ്ഞ് മൂടാറുണ്ട്. ആ സമയങ്ങളിൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം അടിപൊളിയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് തെന്മല. ഒരുപാട് മനോഹരമായ ലൊക്കേഷൻസുകളുണ്ട് തെന്മല കാണാനായിട്ട്. കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി കൂടിയല്ലേ ഈ പ്രദേശം. തേനീകൾ കൊണ്ട് തേനീച്ചകൾ കൂടൊരുക്കുന്ന പ്രദേശം. അങ്ങനെ ആര്യങ്കാവൊക്കെ കഴിഞ്ഞ് ബോർഡർ എടുക്കാറായി. ഈ ഭാഗത്തൊക്കെ റോഡ് അല്പം മോശമാണ്. വലിയൊരു മലയിറങ്ങി നിരപ്പുള്ള പ്രദേശമായ തമിഴ്നാടായി. ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ കഴിയും. നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ വ്യൂ പോയിന്റുകളോട് ചേർന്ന് ചെറുകടിയും ചായയൊക്കെ കിട്ടുന്ന കടകളുണ്ട്. കടകളിൽ നിന്നൊരു ചായയും ചെറുകടിയൊക്കെ കഴിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നത് അടിപൊളി വൈബാണ്. ഈ ഒരു 3 വളവ് കഴിഞ്ഞാൽ തമിഴ്നാടായി. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ എൻ്റെ അമ്മോ അതിമനോഹരമായിരിക്കും. പടുകൂറ്റൻ ലോറികൾ തലങ്ങും വിലങ്ങും പായുന്ന റോഡ്. തമിഴ്നാട് കേരള ബോർഡർ കടന്ന് സാധനങ്ങൾ എത്തിക്കാനായിട്ട് പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു റോഡല്ലേ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ലോറികൾ കാണാം. ഫുൾ ലോഡാണ്. ചില സമയത്ത് ഫുള്ള് ബ്ലോക്ക് ആവാറുണ്ട്. ഓവർടേക്ക് ചെയ്യുന്നതും ദുഷ്കരമാണ്. ശരിക്കും ഈ വഴി ഓടിക്കുന്ന ലോറി ചേട്ടന്മാരെ സമ്മതിക്കണം. വഴി മോശമാണ്. നല്ല വളവും തിരിവും. നല്ല കഷ്ടപ്പാടല്ലേ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ തമിഴ്നാട് ഇറങ്ങി. നെൽപ്പാടങ്ങളും പലതരത്തിലുള്ള കൃഷിയിടങ്ങളും ഒക്കെ കൊണ്ട് പണ്ടത്തെ കേരളത്തിലെ ഗ്രാമങ്ങളെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കാറില്ലേ, അല്ലെങ്കിൽ പറയാറില്ലേ? ആ കാഴ്ചകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമുക്ക് കാണാൻ പറ്റും. തീർത്തും ഗ്രാമീണ ഭംഗിയുള്ള നാട്. തമിഴ്നാടിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ തെങ്കാശി. വർഷം തോറും ഏറ്റവും കുറവ് ജലം കിട്ടുന്ന പ്രദേശങ്ങളായിരുന്നിട്ടും എന്ത് ഭംഗിയായിട്ടാണ് കൃഷിയിടങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെൽപ്പാടങ്ങൾ ഇത്രയും ഭംഗിയിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ പൊതുവെ കുറവല്ലേ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുളങ്ങൾ നിർമ്മിച്ച് ജലം കരുതുകയാണ് ഈ നാട്. മുന്നോട്ടെന്നൊരു ചിന്തയുള്ളത് കൊണ്ട്. ഇവിടെ പൊതുവെ ജലത്തിൻ്റെ ലഭ്യത വളരെ കുറവല്ലേ. പക്ഷേ അധ്വാനം അത് പറയാതെ വയ്യ. ഇത്രയും ഭംഗിയിൽ ഈ നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തുമാത്രം അധ്വാനം വേണ്ടി വരും. അധ്വാനം കൊണ്ട് കൃഷിയിൽ 100 മേനി വിളയുന്ന മണ്ണാണിത്. നല്ല റോഡാണ്. റോഡിലൂടെ ഒഴുകി നീങ്ങുന്ന ഒരു ഫീൽ. അങ്ങ് വരെയും റോഡ് ഇങ്ങനെ തന്നെ. അത് കേരളമായാലും തമിഴ്നാടായാലും. ഇടയ്ക്ക് ബോർഡർ ഇറങ്ങുന്ന ഭാഗത്ത് മാത്രമാണ് അല്പം മോശം തോന്നിയത്. നമ്മളങ്ങനെ തമിഴ്നാട് ബോർഡർ കടന്നു. മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. റോഡിൻ്റെ ഇരുഭാഗത്തും പലതരത്തിലുള്ള കൃഷിയിടങ്ങളും അതുപോലെ നെൽപ്പാടങ്ങളും ഒക്കെയാണ്. ഞാനിപ്പോൾ ഒരു നെൽപ്പാടത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രദേശം. ശരിക്കും ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഇടമാണ്. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളെ ഏറ്റവും മനോഹരമായി കാണാൻ സാധിക്കുന്ന
ഒരു സ്ഥലം കൂടിയാണ്. നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള കൃഷികൾ, ഇതൊക്കെ കണ്ടുള്ള യാത്രയാണ്. അതുമാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറും പ്ലസ് നമ്മുടെ കേരളത്തിൻ്റെ പ്രദേശങ്ങളും ഒക്കെ മലനിരകളും കോടമഞ്ഞും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ലൊക്കേഷൻസാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. മുന്നിലായിട്ട് തമിഴ്നാടിൻ്റെ പ്രദേശങ്ങൾ, അതായത് കൃഷിയിടങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെ നല്ല ഭംഗിയുള്ള ലൊക്കേഷൻസാണ്. നല്ല നല്ല കാഴ്ചകൾ കണ്ടാണ് നമ്മൾ മുന്നോട്ടുള്ള യാത്ര പോകുന്നത്. നല്ല രസം, നല്ല കാലാവസ്ഥയും. ഉച്ചയ്ക്കൊക്കെ സാധാരണ ഭയങ്കര ചൂടല്ലേ ഇവിടെ, ഇത് പക്ഷെ നല്ല കാലാവസ്ഥ. ഇല്ലെങ്കിൽ മുന്നിൽ നിന്ന് ചൂടടിച്ചിട്ട് കണ്ണ് പോയിങ്ങേനെ. ഇതാ നമ്മുടെ സ്വന്തം KSRTC. സത്യത്തിൽ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് KSRTC കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം അല്ലേ? വീട് വിട്ട് പോയ പൂച്ചയെ പെട്ടെന്ന് മച്ചിമ്പുറത്ത് കാണുമ്പോൾ ഉള്ളൊരു ഫീലാണ്. വല്ലാത്തൊരു സന്തോഷം തോന്നും. നാട്ടിൽ കണ്ട അള്ളുവോ എന്നുള്ള പേടിയും നാട് വിട്ട് കണ്ട വല്ലാത്തൊരു സന്തോഷവുമാണ്. മുന്നോട്ട് വന്ന് ചെങ്കോട്ട ടൗണിന് മുമ്പായി ലെഫ്റ്റ് തിരിയണം. അതായത് തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് അച്ചൻകോവിൽ പോകുന്ന വഴിയിലേക്ക് തിരിയണം. അടയാളം പറയാനായിട്ട് തിരിയുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ചെങ്കോട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് കാണാം. മുന്നിൽ പോകുന്ന കാറും ആ ബസ്സും തമ്മിൽ കുറച്ച് നേരമായിട്ട് ടോം ആൻഡ് ജെറി കളിക്കുകയാണ്. ഒരുപാട് തവണ കാർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഇതാണ് അവസ്ഥ. അവസാനം ആ ഡിവൈഡർ പോലും നോക്കാതെ കക്ഷി കയറിപ്പോയി. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിയണം. ലാസ്റ്റ് ടേണിങ് ഇതാണ്. ഇവിടെ നിന്ന് നേരെ എത്തുന്നത് തിരുമലൈ കോവിലിൻ്റെ അടിവാരത്തേക്കാണ്. ദാ ദൂരെ കാണുന്ന മലയാണ് തിരുമലൈ കോവിൽ. ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് തിരുമലൈ കോവിലിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഭാഗത്തേക്കാണ്. റോഡിൽ എന്തോ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കുറച്ച് നേരമായി കാണുന്നു. കൗതുകം തോന്നിയിട്ട് എന്താണെന്നറിയാൻ ഞാൻ കാറ് നിർത്തി. ഇവിടെ കുറച്ച് അമ്മമാരിരുന്ന് അത് തല്ലിപ്പൊഴിച്ച് പാറ്റുന്നുണ്ട്. ചോദിക്കാതെ തന്നെ കാറിൽ നിന്നിറങ്ങി ദൂരെ നിന്ന് സാധനം കണ്ടപ്പോൾ മനസ്സിലായി, എള്ളാണ്. സത്യത്തിൽ എനിക്കിതൊരു കൗതുക കാഴ്ചയാണ്. എള്ളിങ്ങനെ തല്ലിപ്പൊഴിച്ച് പാറ്റുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ഒരു പ്രോസസ്സ് കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു കൗതുകം. നീങ്ക മലയാളി താനേ എന്നതിലൊരമ്മ പെട്ടെന്ന് എന്നോട് ചോദിച്ചു. അതേന്ന് ഉത്തരം കൊടുത്തു. സാധാരണ ഇതിവിടെ പതിവാണെന്ന് എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. അതായത് ഇതുവഴി പോകുന്ന മലയാളികൾ ഇത് കൗതുകത്തോടെ കണ്ട് ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നിൽക്കാറുണ്ടെന്ന്, ഇങ്ങനെ പാറ്റുന്നത് കാണാറുണ്ടെന്ന് അമ്മ പറഞ്ഞു. ശരിയല്ലേ, നമ്മുടെ നാട്ടിൽ അധികം കാണാത്തൊരു കാഴ്ചയാണിത്. കൂട്ടിന് എനിക്ക് മുമ്പേ ഇവിടെ കുറച്ച് ആളുകളുമുണ്ട്, അതും മലയാളികൾ തന്നെ. ഈ കാഴ്ച കാണാൻ നിർത്തിയതാണ്. അതിലൊരു കുഞ്ഞാളാണ് ഇതായത്. ക്ക് ടൗണിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട്. വളരെ ചിലവ് കുറച്ച് നമുക്ക് തിരുമലൈ കോവിൽ കണ്ടു മടങ്ങാൻ പറ്റും. നമ്മുടെ സ്വന്തം KSRTC ചെങ്കോട്ട തെങ്കാശി ബസ്സിൽ കയറി ചെങ്കോട്ടയ്ക്ക് മുമ്പായുള്ള ജംഗ്ഷനിൽ ഇറങ്ങി ഇവിടുത്തെ RTCയിലോ ലോക്കൽ ബസ്സിലോ കയറി തിരുമലൈ കോവിൽ കണ്ടു മടങ്ങാം. ഇനി ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ ചെല്ലുന്നത് തിരുമലൈ കോവിലിൻ്റെ താഴ്ഭാഗത്തേക്കാണ്. അവിടെ ഒരു ആർച്ചുണ്ട്. ആർച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് കാറിൽ തന്നെ എത്തിച്ചേരാൻ പറ്റും. ചുറ്റും കൃഷിയിടങ്ങൾ നിറഞ്ഞ മനോഹരമായ സ്ഥലങ്ങൾ അല്ലേ? ആ പിന്നിൽ കാണുന്ന മലനിരകൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. കേരളക്കര. എന്ത് ഭംഗിയല്ലേ ഓരോ വിഷ്വൽസും. അങ്ങനെ നമ്മുടെ സ്പോട്ട് എത്തി. ഇവിടെ നിന്ന് ഇനി പാസ് എടുക്കണം. കാറിന് 50 രൂപയും ബൈക്കിന് 20 രൂപയുമാണ് എൻട്രി ഫീ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് കടകളുണ്ട്. ഒന്ന് ഫ്രഷ് ആവാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഇവിടെ ഷോപ്പുകളുണ്ട്. അതുമാത്രമല്ല, ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂജാ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. മുകളിലും അതിനായിട്ട് കടകളുണ്ട്. ബസ് സർവീസ് ഇവിടെ വരെയുള്ളൂ. പിന്നീട് നമ്മൾ നടന്ന് കയറേണ്ടതായിട്ടുണ്ട്. ഏകദേശം 625 പടികൾ ചവിട്ടി വേണം മുകളിലേക്ക് എത്താൻ. ആർച്ചിന്റെ ഭാഗത്ത് നിന്ന് പാസ് എടുത്തു. ഈ വഴി തന്നെയാണ് മുകളിലേക്ക് എത്തേണ്ടത്. അടുത്ത കാലത്ത് നിർമ്മിച്ച റോഡാണ്. പിന്നിൽ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഞാൻ മുമ്പേ പറഞ്ഞ മലനിരകൾ തൊട്ടടുത്തായിട്ട് കാണാം. കേരള ബോർഡറിന്റെ ഭാഗമാണ് ആ പ്രദേശങ്ങളൊക്കെയും. എത്ര മികച്ച രീതിയിലാണ് ഓരോ പ്രദേശങ്ങളും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഡെവലപ്പ് ആക്കുന്നത്. ഈ റോഡ് തന്നെ കണ്ടില്ലേ? മലയുടെ ഒരു ഭാഗത്തൂടെ റോഡ് നിർമ്മിച്ചിരിക്കുകയാണ്. നല്ല വിസ്താരമുള്ള റോഡും മുകളിൽ നല്ലൊരു പാർക്കിംഗ് സ്പേസും ഉണ്ട്. ഇങ്ങനെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത് കൊണ്ട് ദിനം പ്രതി ഒരുപാട് ആൾക്കാർ കണ്ടുമടങ്ങുന്ന ഒരു ലൊക്കേഷനാണിപ്പോൾ ഇത്. ഓരോ ടൂറിസം സ്പോട്ടുകളും എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് ഇവിടെയൊക്കെ കണ്ടു പഠിക്കണം നമ്മൾ. കയറിപ്പോകുന്ന വഴി മുകളിലേക്ക് എത്തും തോറും താഴ്വാര കാഴ്ചകളുടെ ഭംഗി കൂടി വരുന്നു. അങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ. തരക്കേടില്ലാത്ത തിരക്കുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് പാർക്കിംഗ് സ്പേസ് ഉള്ളത്. എവിടെയെങ്കിലും ഒന്ന് കാർ ഒതുക്കിയിട്ട് അകത്ത് കയറണം.
നമ്മളങ്ങനെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അത് മാത്രമല്ല, ദിനംപ്രതി ഒരുപാട് ഭക്തർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ മുരുക ഭഗവാനാണ്. ഭഗവാൻ അറിയപ്പെടുന്നത് തിരുമല കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമല മുരുകസ്വാമി എന്നാണ്. ഈ ക്ഷേത്രത്തോട് ഭക്തിയും വിശ്വാസവും ഒക്കെ കൊണ്ട് ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് പേരുടെ വീടുകളിൽ ഒരാൾക്കെങ്കിലും പേര് തിരുമലയെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് പേരെ, നമുക്ക് തിരുമലയിൽ നിന്ന് പേരുള്ള ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. മനോഹരമായൊരു ക്ഷേത്രമാണ് കേട്ടോ. നല്ല ഒരു പ്രദേശം, ചുറ്റുപാട് മുഴുവൻ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണ്. ക്ഷേത്രം നിൽക്കുന്നത് വലിയൊരു കുന്നിൻ്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, തമിഴ്നാട് കേരള ബോർഡറാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രദേശങ്ങളുടെ കാഴ്ചകൾ കാണാൻ പറ്റും. കേരള സൈഡിൽ മുഴുവൻ മലനിരകളാണ്, കോടമഞ്ഞൊക്കെ ഇറങ്ങി മനോഹരമായ കാഴ്ചകൾ. അതുമാത്രമല്ല, ഒരു ഭാഗത്ത് തമിഴ്നാടിൻ്റെ കാഴ്ചകളും തമിഴ്നാടിലെ പല അറിയപ്പെടുന്ന ലൊക്കേഷൻസും ഈ ചുറ്റുവട്ടത്താണ്. അതുകൊണ്ട് ആ സ്പോട്ടിൻ്റെയൊക്കെ കാഴ്ചകൾ ഈ കുന്നിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. മനോഹരമായ സ്പോട്ട് കേട്ടോ. ഒരു വട്ടമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്പോട്ടാണ്. നല്ല തിരക്കുണ്ട്, ഒരുപാട് വാഹനങ്ങളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നല്ല തിരക്കാണ്. ഇന്നൊരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ടാവാം, അല്ലാത്ത ടൈമിലും നല്ല തിരക്കാണെന്നാണ് അറിയപ്പെടുന്നത്. പാർക്കിംഗ് ഏരിയയിൽ നിന്നും അകത്തേക്ക് കയറുന്നത് ഈ വഴിയാണ്. ഞങ്ങൾ അകത്തേക്ക് കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഷോപ്പുണ്ട്. നമുക്ക് ചായയും ചെറുകടിയും ഒപ്പം പൂജാ സാധനങ്ങളും ഒക്കെ ഇവിടെ നിന്നും മേടിക്കാൻ പറ്റും. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നടന്നാൽ കോവിലിൻ്റെ ഭാഗത്തേക്ക് എത്താൻ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ദാ ഈ വഴിയാണ് ദർശനത്തിനായി ഉള്ളിലേക്ക് കയറുന്നത്. പടികൾ കയറി വരുന്നതും നേരെ ഈ ഭാഗത്തേക്കാണ്. ഇവിടെ നിന്ന് താഴെ പ്രദേശങ്ങളുടെ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഈ പടികളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നിന്നു. ഒരുപാട് ദൂരത്തോളം നമുക്ക് കുറ്റാലം, ചെങ്കോട്ട, തെങ്കാശി തുടങ്ങിയ സ്ഥലങ്ങളുടെ പ്രദേശങ്ങൾ കാണാൻ പറ്റും. ദൂരത്തായിട്ട് ഇതുപോലെ തന്നെ ഒരു കുന്ന് കാണുന്നു. ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകൾക്കും. കുറച്ചുകൂടി ഇവിടെ നിന്ന് മുന്നോട്ട് നടന്ന ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് എത്താം. ഇതാണ് മുൻഭാഗം. ഒരുപക്ഷെ റീൽസിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ഒരു ഭാഗമാവും. മുന്നിലൊക്കെ കുറച്ച് നല്ല തിരക്കുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വളരെ ആകാംക്ഷയോടെ തിരക്കിട്ട് ഒരുപാട് ആളുകളുണ്ട്, കൂടുതലും മലയാളികൾ തന്നെ. ആ മലയുടെ ഭാഗം കണ്ടോ? അവിടാണ് മേക്കര അടവിനയനർ ഡാം. അടുത്ത കാലത്ത് റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ റീൽസൊക്കെ വന്നത് ആ ഒരു ലൊക്കേഷൻ്റെ ആയിരുന്നു. അകത്ത് ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നതും ഈ ഭാഗത്തേക്കാണ്. മുകളിലൊക്കെ ഗോപുരങ്ങൾ ശില്പങ്ങൾ കൊണ്ട് മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മുൻഭാഗം കാണാൻ നല്ല ഭംഗിയല്ലേ? എന്ത് ഭംഗിയായിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ട് രണ്ട് സൈഡിൽ കല്ലുകളിൽ കൊത്തുമണികൾ കൊണ്ട് 2 മയിലുകളുടെ ചിത്രങ്ങൾ. എന്ത് ഭംഗിയല്ലേ അത് കാണാൻ! അതുമാത്രമല്ല, ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ്. പിന്നെ ഈ അന്തരീക്ഷത്തിൻ്റെ ഒരു ഫീലും ചെറിയ പാട്ടും ദൂരെ നിന്ന് കേൾക്കുന്ന പല ശബ്ദങ്ങളും ഒക്കെ കൂടി നല്ല രസമുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. ഇവിടെ വരുന്ന ആരും എൻജോയ് ചെയ്യാതെ പോകത്തില്ലെന്ന് ഉറപ്പാണ്. ദർശനമൊക്കെ നടത്തി ഞങ്ങൾ ബാക്ക് സൈഡിലേക്ക് നടന്നു. ഇവിടെയാണ് ക്ഷേത്രക്കുളമൊക്കെ ഉള്ളത്. ഇവിടെ ഇരിക്കുവാനും ഇവിടുത്തെ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ കാണുവാനും ഒക്കെ ആയിട്ട് പ്രത്യേകം സ്റ്റോൺ ചെയേഴ്സ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രക്കുളം. ഏത് ഉണക്കത്തും വറ്റാത്ത കുളമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതും ഇത്രയും ഉയരത്തിലായിരുന്നിട്ട് കൂടി. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളിൽ മുഴുകി നടന്നു. കുളത്തിൻ്റെ ഭാഗവും ദൂരെ കാഴ്ചകളും മനോഹരം. ഇവിടെ ഉയരത്തിൽ പടികെട്ടിയ ഒരു ശ്രീകോവിൽ നമുക്ക് കാണാൻ പറ്റും. നടന്ന് മുകളിലേക്ക് കയറി വേണം ദർശനം നടത്താൻ. അതെനിക്കൊരു കൗതുക കാഴ്ചയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഉയരത്തിൽ ഒരു ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്, അതും പ്രധാന ക്ഷേത്രത്തെക്കാൾ ഉയരത്തിൽ? ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഷോപ്പ്. കയറി വരുന്ന ഭാഗത്താണ് ഈ ഷോപ്പുള്ളത്. ഷോപ്പിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്ന് പ്രത്യേകം കരുതിയിരുന്നു. അതുമാത്രമല്ല, കുഞ്ഞൂസ് ഉള്ളതുകൊണ്ട് ഫുഡ് പ്രത്യേകം കരുതുന്നതല്ലേ നല്ലത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ 2 പേരും, കുഞ്ഞൂസും ഞാനും, ഒന്ന് കറങ്ങാനിറങ്ങി. തോളത്ത് പമ്മി കിടക്കുകയാണ് കുഞ്ഞിപ്പൂച്ച. ബാക്ക് സൈഡിൽ മുന്നോട്ട് നടന്നാൽ ദാ ഈ ഭാഗത്തേക്ക് എത്താൻ പറ്റും. ചെറിയൊരു ശ്രീകോവിലും പിന്നിലായ അതിമനോഹരമായ കാഴ്ചകളും.
ദൂരത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അടവിനയനാർ ഡാമിൻ്റെ പ്രദേശങ്ങളൊക്കെ ദൂരക്കാഴ്ചയുടെ ഭാഗമാണ്. ഇവിടെ നിന്ന് ഡാമിൻ്റെ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ കഴിയും. നമുക്ക് നല്ല വ്യക്തമായിട്ട് ആ പ്രദേശങ്ങളൊക്കെ കാണാനും പറ്റും. അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. നമുക്ക് ഇവിടുത്തെ അടുത്ത കാഴ്ചകളിൽ കാണാം.